സൺഡേ സ്കൂൾ മതബോധന വാർഷിക പരീക്ഷ 2024-25 8ാം ക്ലാസ്സിലെ ചോദ്യപേപ്പറുകൾ നമുക്ക് പരിചയപ്പെടാം. വിശ്വാസിയായ ഏതൊരു മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം സ്വർഗം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയാം. സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ അടയാളമാണ് സഭ. സുവിശേഷത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഡാഷിനെ വിശേഷിപ്പിക്കുന്നത്. ജപമാലയെ റോം കേന്ദ്രമാക്കി മാർപ്പന്മാർ വിളിച്ചു ചേർത്ത സൂനകദോസുകളാണ് സാർവത്രിക സൂനകദോസ്. ഇനി ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഈശോയുടെ വിശ്വസ്ത മണവാട്ടിയായ തിരുസഭയുടെ പ്രതിരൂപം കന്യകാമറിയം. ആചാരങ്ങളിലെ വൈവിധ്യ വിശ്വാസത്തിൽ യോജിപ്പ് ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞ വിശുദ്ധൻ ഇരണവോസ്. ഏത് മാർപ്പാപ്പയാണ് 1918 വരെ ഉപയോഗിച്ചിരുന്ന സഭാ നിയമങ്ങൾക്ക് ഏകീകൃത രൂപം നൽകിയത്? ജോൺ 22-ാമൻ പാപ്പ. കേരളത്തിലെ നവോത്ഥാന നായകൻ ചാവറ കുര്യാക്കോസ് അച്ചൻ. സകല വിശുദ്ധരുടെയും ദിനം നവംബർ 1. ചേരുമിടി ചേർക്കുക. പാലിയം സ്ഥാനവസ്ത്രം. 1599 ജൂൺ ഉദയംപേര് സൗനകദോസ്. കാത്തലിക് സാകല്യം. കൊയിനോനിയ കൂട്ടായ്മ. റീത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ആരാധനാക്രമം. ക്രൈസ്തവ ജിതനാർത്ഥം നൽകുന്ന പ്രത്യാശ എന്ത്? പേജ് നമ്പർ 62 ചാപ്റ്റർ 10. ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയിൽ പിതാവിനോട് എന്താണ് പ്രാർത്ഥിച്ചത്? പേജ് നമ്പർ 69 ചാപ്റ്റർ 11. ലഗാത്തിയോ ലത്താര എന്താണ് അർത്ഥം? അതായത് മാർപ്പാപ്പയുടെ അസാന്നിധ്യത്തിൽ ഏത് വ്യക്തിയാണോ മാർപ്പാപ്പയ്ക്ക് പകരം ചെല്ലുന്നത് അതിനെ സൂചിപ്പിക്കാണ് ലഗത്തിയോ ലത്താര എന്ന് പറയുമ്പോൾ പാഠപുസ്തകമാണ്. നമസ്കാര പുസ്തകത്തിന് മൂലപാപങ്ങൾക്കെതിരായുള്ള പുണ്യങ്ങൾ. സഭ തൻ്റെ പ്രേക്ഷിത ദൗത്യം ഏതൊക്കെ വിധത്തിലാണ് നിർവഹിക്കുന്നത്? പേജ് നമ്പർ 56 ചാപ്റ്റർ 9. നമ്മെ വിശദീകരിക്കാൻ സഭയിലുള്ള മാർഗ്ഗങ്ങളേവ? ചാപ്റ്റർ 12 പേജ് നമ്പർ 74-75. സ്ലീഹന്മാരുടെ കൈവന്ന വിശ്വാസ പൈതൃകം. അത് സഭ ശ്ലൈകമാണെന്ന ചാപ്റ്റർ ഫുൾ എഴുതണം. ചാപ്റ്റർ 13 പേജ് നമ്പർ 79-80. താങ്ക് യു.